ഒരു വ്യക്തി വെള്ളിയാഴ്ച ദിവസം 80 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ ദോഷം അല്ലാഹു പുറത്തു തരുമെന്ന് ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക അന്നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒരാൾ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിനു ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനിയും പാരായണം ചെയ്താൽ അടുത്ത ജുമുഅ വരെ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്നതാണ് എന്ന് ജാമിഉസ് സഗീർ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ചില റിവായത്തുകളിൽ സലാം വീട്ടിയ ഉടനെ കാല് തെറ്റിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി 7 പ്രാവശ്യം ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കുകയും അള്ളാഹുവിനോടടുത്ത സമ്പൂർണ്ണ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം അള്ളാഹു ഇവനും നൽകും. പിന്നെ അവൻ്റെ ദീനും ദുനിയാവും ഭാര്യയും മക്കളും അടുത്ത ജുമുഅ വരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ തുഹഫയിൽ പരാമർശിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജുമുഅ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹിൽ അലീമി വബിഹംദിഹി ഈ ദിക്ർ 100 പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ 1,00,000 മാതാപിതാക്കളുടെ 25,000 ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഇർഷാദുൽ ഇബാദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഈ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് മുമ്പ് 3 തവണ ആരെങ്കിലും പാരായണം ചെയ്താൽ ആ ദിവസം ജുമുഅ നിസ്കരിച്ചവരുടെ എണ്ണത്തിൻ്റെ അത്രയും നന്മകൾ അള്ളാഹു അവന് രേഖപ്പെടുത്തുന്നതാണ് എന്ന് നുസ്ഹത്തുൽ മജാലിസിൽ പരാമർശിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് വബിഹലാലിക് അൻ ഹറാമിക് ഇങ്ങനെ പറഞ്ഞാൽ 2 വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കുന്നതാണ് എന്ന് ഇആനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് ഓതിയാൽ 2 ജുമുഅന്റെ ഇടയിലുള്ള ഒന്നിനിക്ക് പ്രകാശമാണ്. അടുത്ത ജുമുഅ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ നൽകപ്പെടുകയും 70,000 മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കുകയും ചെയ്യുമെന്ന് യഹ്യ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ചൊല്ലുന്നതിൽ വളരെ പുണ്യമാക്കപ്പെട്ട ദിക്റാണിത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ വെള്ളിയാഴ്ച ദിവസം പതിവായി ഈ ബൈത്ത് 5 പ്രാവശ്യം ചൊല്ലിയാൽ നിസ്സംശയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കുകയില്ല എന്ന്. വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്താൽ സ്വർഗത്തിലൊരു കൊട്ടാരം അവന് ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം സൂറത്തു യാസീൻ ഒരാൾ ഓതിയാൽ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ പോയാൽ ദിവസങ്ങളോളം ആ വഴിയിൽ നല്ല സുഗന്ധമുണ്ടാകും. ആ വഴിയിലൂടെ പോകുന്ന ആൾക്കറിയാം ഈ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിന് ചിലവാക്കിയതിനേക്കാൾ പണം സുഗന്ധത്തിന് ചിലവാക്കിയിരുന്നു. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും
അലിയാർ തങ്ങളുമൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ഓരോരുത്തരും അവരവർക്കിഷ്ടമായ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിലൊന്ന് സുഗന്ധം പൂശലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ ഇഷ്ടപ്പെട്ട ഈ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിലും പകർത്തിക്കൂടെ?